ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എസ്തീറ്റ്സിനെ കുറിച്ചാണ്. ആരാണ് എസ്തീറ്റ്സ്? കൂടാതെ ഗെയിമിംഗ്, അനിമേഷൻ, അതോടൊപ്പം ഡിസൈൻ, ഈ 3 കരിയർ മേഖലയിലേക്ക് താല്പര്യമുള്ള ഈ കൂട്ടർ, അവർക്കാണ് ശരിക്കും ഈ രീതിയിലുള്ള സ്കിൽസും ടാലൻസും ഒക്കെ ഉള്ളത്. അവരാണ് ഈ പർട്ടിക്കുലർ കരിയർ പ്രൊഫൈൽസും സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ പാർട്ട് 1, അതായത് ഡിസൈൻ ഫീൽഡിൽ ഡിഫറെൻറ്റ് കരിയർ പാത്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ബ്യൂട്ടിയോട് വളരെയധികം കോൺഷ്യസ് ഉള്ള ആൾക്കാരാണ് എസ്തീറ്റ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഗെയിമിംഗ്, അനിമേഷൻ, അതോടൊപ്പം ഡിസൈൻ മേഖലകളിൽ വളരെ നല്ല രീതിയിലുള്ള കരിയറാണ് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഡിസൈൻ ഫീൽഡിൽ പല രീതിയിലുള്ള പ്രൊഫൈൽസ് ഉണ്ട്, കരിയർ പാത്സ് ഉണ്ട്. പല കൂട്ടുകാർക്കും അത് ഏതൊക്കെ എന്ന് അറിയാൻ താല്പര്യവുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ഫീൽഡിനെ 5 വിവിധ മേഖലകളിലേക്ക് മാറ്റി മനസ്സിലാക്കാവുന്നതാണ്. ഏതൊക്കെയാണ് ആ 5 മേഖലകൾ? ആദ്യത്തെ മേഖല ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. രണ്ടാമത്തേത് ഫാഷനാണ്. മൂന്നാമത്തേത് ഗ്രാഫിക് അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നാലാമത്തേത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ്. അഞ്ചാമത്തേത് വെബ് ഡിസൈനിങ് ആണ്. സോ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ നമുക്കറിയാവുന്നത് ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡിസൈൻ കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ്. ഡിസൈനിന് വളരെ കോമൺ ആയ ഒരു കാര്യമുണ്ട്, അതായത് ക്രിയേറ്റിവിറ്റിയും അതോടൊപ്പം ബ്യൂട്ടിയും വേണം എന്നുള്ളതും യൂസബിലിറ്റിക്കും വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സോ ഈ ഓരോ മേഖല മനസ്സിലാക്കുമ്പോഴും ഇതിലെ ഓരോ പാരാമീറ്ററും എങ്ങനെ വ്യതിയാനം വരുന്നു, അതോടൊപ്പം ഏതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. സോ നമുക്ക് ആദ്യത്തെ ഫീൽഡിലേക്ക് പോകാം, അതായത് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ളത്. നമുക്കറിയാവുന്നത് പോലെ ഇൻറ്റീരിയർ എന്ന വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഇൻസൈഡ് സ്പേസിന് ആവശ്യമായ ബ്യൂട്ടി, എസ്തെറ്റിക് ലുക്ക് നൽകാൻ ആണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ള മേഖല വന്നിട്ടുള്ളത്. സോ പ്രൊഫഷണലി ഡിസൈൻഡ് ഇൻറ്റീരിയർ സ്പേസസ് ആണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത്. ഇനി ഏതൊക്കെ ഡിഫറെൻറ്റ് മേഖലയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലുള്ളത്? അവിടെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ആദ്യത്തേതാണ് റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയും. അതായത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് റെസിഡൻഷ്യൽ കോംപ്ലക്സും വില്ലാസും മാൻഷൻസും ഹോംസിൻ്റെയും ഒക്കെ ഇൻറ്റീരിയർ സ്പേസസ് ആണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിൽ സ്കൂൾസും ഓഫീസ് കോംപ്ലക്സസും റെസ്റ്റോറൻറ്റ്സും ഷോപ്പിംഗ് മാൾസും പോലുള്ള കോർപ്പറേറ്റ് സിസ്റ്റം വരെ ഇതിൻ്റെ അകത്ത് വരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെയൊക്കെയുള്ള ഇൻറ്റീരിയർ സ്പേസസ് ഡിസൈൻ ചെയ്യുന്നത് ഇവരാണ്. മൂന്നാമത്തേതാണ് എക്സിബിഷൻ ഇൻറ്റീരിയർ ഡിസൈൻസ് എന്ന് പറയും. ഇവിടെ ആർട്ട് ഗാലറീസ്, മ്യൂസിയംസ്, സൂസ്, ട്രേഡ് ഫെയർസ് പോലുള്ള വളരെ കോർപ്പറേറ്റ് കൾച്ചർ വരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടരാണ്. നാലാമത്തെയും അവസാനത്തെയും ഇൻറ്റീരിയർ ഡിസൈനിങ് മേഖലയാണ് സെറ്റ് ഡിസൈൻ എന്ന് പറയും. ഇവിടെ സ്റ്റേജസും സ്റ്റുഡിയോസും തിയേറ്റർ സെറ്റ്സ്, അത് മ്യൂസിക് പെർഫോമൻസിനായാലും ഫിലിംസിനായാലും ടെലിവിഷൻ സീരിയൽസിനായാലും ഫാഷൻ ഷോസിന് വരെ ആവശ്യമായ കാര്യങ്ങൾ ഇൻറ്റീരിയർ സ്പേസിങ്, കളറിങ്, അതോടൊപ്പം അതിൻ്റെ പാറ്റേൺസും ഓർഗനൈസിങ്ങും ഒക്കെ നടത്തുന്നത് ഇവർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം, അതായത് ഫാഷൻ മേഖല എന്നുള്ളത്. സോ ഫാഷൻ എന്നുള്ളത് ഡിസൈൻ ഓഫ് വിയറബിൾസ് എന്ന് പറയും. അതായത് നമ്മൾ ധരിക്കുന്ന കാര്യങ്ങൾ, അത് ക്ലോത്ത് ആകാം, ജ്വല്ലറി ആകാം, ഷൂസ് ആകാം, ബാഗ്സ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈവൻ റിസ്റ്റ് വാച്ച് വരെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു എന്ന കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഫാഷൻ ഡിസൈനിങ്ങിൽ കൺസെപ്ച്വലൈസിങ്, ഔട്ട്ലൈനിങ്, അതോടൊപ്പം ക്രിയേറ്റിംഗ് ഡിസൈൻ പാറ്റേൺസ് പ്രിപ്പയർ ചെയ്യുക, മെയിൻലി ഫോർ അപ്പാരൽസ്, അതായത് ധരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇവരാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫാഷൻ മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇവിടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയെ മാനേജ് ചെയ്യുക, അതിന് ആവശ്യമായ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യുക, ഫാഷൻ ലേബിൾസ്, അത് നാഷണൽ ലെവലിലായാലും ഇൻ്റർനാഷണൽ ലെവലിലായാലും കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ ഒരു മേഖലയുടെ പ്രത്യേകതയാണ്, ഇവരുടെ ഫീച്ചറാണ്. ഇനി മൂന്നാമത്തേതാണ് ജ്വല്ലറി ഡിസൈൻ എന്ന് പറയും. നമുക്കറിയാവുന്നത് പോലെ ഡൈവേഴ്സ് മെറ്റീരിയൽസ്, അത് പ്രീഷ്യസ് മെറ്റീരിയൽസ് ആണ്. പ്രീഷ്യസ് സ്റ്റോൺസ് ഉണ്ടാകാം,
മെറ്റൽസ് ഉണ്ടാകാം. ഇവ വെച്ച് ജുവലറി ക്രിയേറ്റ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജുവലറി ഡിസൈനിങ്ങിൽ വരുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ആക്സസറി ഡിസൈൻസ് എന്ന് പറയും. ഇവിടെ ബാഗ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, റിസ്റ്റ് വാച്ച് ഉണ്ട്. അതോടൊപ്പം ബാക്കിയുള്ള ഫാഷൻ കോമ്പോണൻസും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാണ് ഇതിനാവശ്യമായ പ്ലാൻസും ഡിസൈൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അഞ്ചാമത്തേതാണ് ടെക്സ്റ്റൈൽ ഡിസൈൻ. ഇവിടെ വോവൻ, നിറ്റ്, പ്രിന്റഡ് ഫാബ്രിക്സ്, അതോടൊപ്പം സർഫസ് ഓർണമെന്റഡ് ഫാബ്രിക്സിന് ആവശ്യമായ പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കരിയർ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഗ്രാഫിക് അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു പ്രത്യേക കരിയർ പ്രൊഫൈൽ ഡിസൈനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഇവിടെ ടെക്സ്റ്റും, അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ്, കളേഴ്സ്, ഇമേജസ്, ഗ്രാഫിക്സിനെയൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഇഫക്റ്റീവായ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മേഖലയാണ്. ഇത് ലോഗോസ് വഴിയോ ബ്രോഷേഴ്സ് വഴിയോ ന്യൂസ് ലെറ്റേഴ്സ് വഴിയോ പോസ്റ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വഴിയോ ചെയ്യുന്നതാണ്. സോ ഇവിടെയും നമുക്ക് ഒരു 5 ഡിഫറെൻറ്റ് മേഖലയെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ബ്രാൻഡ് ഐഡന്റിറ്റി, അതായത് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കമ്പനി കസ്റ്റമേഴ്സിനും അതോടൊപ്പം മീഡിയക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ലോഗോസ്, പാക്കേജിംഗ്, മഗ്സ്, ടീഷർട്ട് തുടങ്ങിയ വഴികൾ കൂടിയാണ് മെയിനായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മാക്ഡൊണാൾഡ്സിന്റെ പാക്കേജിംഗ്, KFCയുടെ പാക്കേജിംഗ്, നൈക്കി ഷൂസിന്റെ പാക്കേജിംഗ്, ഈവൻ സ്വാച്ച് വാച്ചിന്റെ പാക്കേജിംഗ്, ഐഫോണിന്റെ പാക്കേജിംഗ്, നോക്കിയ ഫോണിന്റെ പാക്കേജിംഗ്, ഇവയൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബ്രാൻഡ് ഐഡന്റിറ്റി എന്നുള്ള ഡിസൈൻ കരിയർ മേഖലയാണ്. നെക്സ്റ്റ് ആയി വരുന്നതാണ് അഡ്വർടൈസിംഗ്. പ്രിന്റ് ആഡ്സിനും ഫ്ലയേഴ്സിനും വെബ് ആഡ്സിനും ഇലക്ട്രോണിക് മെയിലേഴ്സിനും ആവശ്യമായ ഡിസൈൻ ഇവരാണ് ചെയ്യുന്നത്. ആർട്ട് ഡയറക്ഷൻ എന്നുള്ള ഒരു മേഖല കൂടി നമുക്ക് ഗ്രാഫിക് അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ മെയിനായിട്ടും മാഗസിൻസിനും ന്യൂസ് പേപ്പേഴ്സിനും ആവശ്യമായ ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ ക്രമപ്പെടുത്തിയെടുക്കുന്ന മേഖലയാണ്. നാലാമതായിട്ടുള്ളതാണ് ബ്രോഡ്കാസ്റ്റ് ഡിസൈൻ. ഇവിടെ ന്യൂസ് പ്രോഗ്രാംസ്, TV സീരിയൽസ് പോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റ്സ് നൽകുന്ന ആ ഒരു കാഴ്ച, അതിൻ്റെ ലുക്സും ഫീൽസും സെറ്റ്സും പ്രസൻറ്റേഴ്സും ചാർട്ട്സും പോൾസ് പോലുള്ള ഇലക്ഷൻ സമയത്തൊക്കെ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഗ്രാഫിക്സും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ഡിസൈൻ എന്നുള്ള ഒരു കരിയർ മേഖലയിൽ വരുന്ന ഡിസൈൻ ഫീൽഡിൻ്റെ മേഖലയാണ്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും കരിയർ മേഖലയാണ്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഗ്രാഫിക് അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി വരുന്നത് ബുക്ക് ഡിസൈൻ ആണ്. ഇവിടെ കവർ പേജ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ പേജസിന് ആവശ്യമായ ലേഔട്ട്, ഫോൺസ്, ഇല്ലസ്ട്രേഷൻസ്, ഇമേജസ് ഒക്കെ ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. സോ ഇതൊരു പ്രത്യേകം പ്രൊഫഷണലി ഹാൻഡിൽഡ് ആയ ഒരു കരിയർ മേഖലയാണ്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് തീർച്ചയായും ഈ ഒരു കരിയർ മേഖല സെലക്ട് ചെയ്യാവുന്നതാണ്. യൂറോപ്പിൽ, ജർമ്മനിയിൽ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയ്ക്ക് ആവശ്യമായ M.Tech പ്രോഗ്രാം, അതായത് മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി പ്രോഗ്രാം ആയിട്ട് പോലും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേഷൻ സ്ട്രീം വരെ ഉണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഈ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നാലാമത്തെ കരിയർ മേഖലയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് വെറും എസ്തെറ്റിക് അല്ലെങ്കിൽ ബ്യൂട്ടി മാത്രമല്ല, ഫങ്ഷനാലിറ്റി, അതായത് അതുകൊണ്ടുള്ള യൂട്ടിലിറ്റി കൂടി ഉപയോഗിക്കുന്ന ഒരു കരിയർ മേഖലയാണ്. യൂസബിലിറ്റി, ടെക്നിക്കൽ കോമ്പാറ്റബിലിറ്റി, അതോടൊപ്പം എസ്തെറ്റിക് അപ്പീൽ, ഈ മൂന്നിനും അതിൻ്റെതായ പ്രാധാന്യം നൽകി കൈകാര്യം ചെയ്യുന്ന ഒരു ഡിസൈൻ മേഖലയാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന ഒരു മേഖല പ്രത്യേകം പറയേണ്ടതാണ്. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷനായി മനസ്സിലാക്കാനുള്ളത്. ഡിസൈനും അതോടൊപ്പം അതിനാവശ്യമായ കൺസെപ്റ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു ഫോർ ദ മാനുഫാക്ചേർഡ് ഐറ്റം. ഒരു നൈക്കി ഷൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ കളർ കോമ്പിനേഷൻ ആയാലും അതിൻ്റെ പാറ്റേൺ ആയാലും അതിൻ്റെ ഗ്രിപ്പ് ആയാലും ഈ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് യൂസബിലിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യണം, അതിൻ്റെ ഫങ്ഷനാലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. ഈവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെന്നാണെങ്കിലും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന മോണിറ്റർ ആണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഫോണാണെങ്കിലും എല്ലാത്തിൻ്റെയും ഡിസൈനും അതിൻ്റെ സ്വിച്ചിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രൊഡക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ഓട്ടോമൊബൈൽ ഡിസൈൻ എന്ന് പറയും. ഇവിടെയും ഡിസൈനും ഡെവലപ്മെൻറ്റും തന്നെയാണ് നടക്കുന്നത്. പക്ഷേ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സായ, അതായത് കാർ മുതൽ ട്രക്ക് വരെ, അതിനിടയിലുള്ളതും അതിന് താഴെയുള്ളതും അതിന് മുകളിലുള്ളതുമായ എല്ലാ കാര്യങ്ങളുടെയും ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും ഇവരാണ് ചെയ്യുന്നത്.
മൂന്നാമത്തെ മേഖലയാണ് ഫർണിച്ചർ ഡിസൈൻ എന്ന് പറയും. ഇവിടെ ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെയും പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിൻ്റെയും ഒരു രീതിയിലുള്ള കൊളാബറേഷനാണ്, അല്ലെങ്കിൽ ഒരു മിക്സിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജോയിനിങ് പോയിന്റ് ആണ് ഇവിടെയുള്ളത്. വീടിന് ഇന്റീരിയർ സ്പേസിന് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫർണിച്ചർ ഡിസൈൻസ് ഉണ്ട്. അത് വെസ്റ്റേൺ മോഡലാകാം, ഈസ്റ്റേൺ മോഡലാകാം, മെക്സിക്കൻ മോഡലാകാം, ഇറ്റാലിയൻ മോഡലാകാം, ഫ്രഞ്ച് മോഡലാകാം, ഈവൻ നോർഡിക് റീജിയനിലുള്ള കാര്യങ്ങളായാലും ഐക്യ പോലുള്ള കമ്പനികൾ ഇതൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ബിസിനസ് മോഡലാക്കിയിട്ട് വരെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതും വളരെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിസൈൻ കരിയർ മേഖലയാണ്. നാലാമത്തതാണ് ടോയ് ഡിസൈൻ എന്ന് പറയും. ടോയ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോയ്സ് കുട്ടികൾ കളിക്കുന്ന കാര്യമാണ്. പറയുമ്പോൾ വളരെ ചെറിയ കാര്യമായി തോന്നുന്നെങ്കിലും $90 ബില്യൺ വർത്തുള്ള ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലിഗോസ്, ടോയ്സ്, ഡോൾസ്, ബോർഡ് ഗെയിംസ്, പസിൽസ്, ഈവൻ കമ്പ്യൂട്ടർ ഗെയിംസ് വരെ ഇതിൻ്റെ ഭാഗമാകുന്നു. ആർട്ടും കൂടാതെ ക്രാഫ്റ്റുമൊക്കെ വളരെ നല്ല രീതിയിൽ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ടോയ് മേഖല തീർച്ചയായും ഒരു വലിയ ഡിസൈൻ കരിയർ മേഖല തന്നെയാണ്. ഇനി അഞ്ചാമത്തെയും അവസാനത്തേതുമായ ഡിസൈൻ മേഖലയാണ് വെബ് ഡിസൈനിങ് എന്ന് പറയും. ഇവർ ചെയ്യുന്നത് വിർച്വൽ സ്പേസിന് ആവശ്യമായ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നത് മൂലം ഡിസ്കവറബിൾ ആകുക, വെൽക്കമിംഗ് ആയ, ഹാബിറ്റബിൾ ആയ യൂസേഴ്സിന് ആവശ്യമായ കാര്യങ്ങൾ, ഇൻഫർമേഷൻ നൽകുന്ന ഒരു കരിയർ മേഖലയാണ്. സോ തീർച്ചയായും ഡിസൈനിങ്ങിൻ്റെ വളരെ വലിയ സാധ്യത ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ UA എന്നുള്ളതും മറ്റത് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ UX എന്നുള്ളതും. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ കൂടി ചെയ്യാവുന്നതാണ്. സോ ഒരു കസ്റ്റമർ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ ഫീൽ ചെയ്യുന്നത് എന്നതും കൂടാതെ തിരിച്ച് വീണ്ടും അതേ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവരുടെ സർവീസും പ്രൊഡക്റ്റുമായി ഇൻട്രാക്ട് ചെയ്യാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. നേരെ മറിച്ച് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ അല്ലെങ്കിൽ UX ഡിസൈൻ എന്നുള്ളത് എൻ്റയർലി മാക്രോ ലെവലിൽ കാണുന്ന ഒരു രീതിയാണ്. വിർച്വൽ വേൾഡിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ഒരു യൂസർ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുന്നു, ഡിസ്കവർ ചെയ്യുന്നു, അതിനെ എങ്ങനെ അക്വയർ ചെയ്യുന്നു, അതോടൊപ്പം അതിനെ അവർ ഉപയോഗിക്കുന്നു, വീണ്ടും വീണ്ടും അവർ ഉപയോഗിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് തീർച്ചയായും ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറിൻ്റെ UX ഡിസൈനറിൻ്റെ മേഖലയിൽ വരുന്നു എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ മനസ്സിലാക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു ഡിസൈൻ ഫീൽഡ്. ഡിഫറെൻറ്റ് മേഖലകൾ, 5 മെയിൻ മേഖലകളാണ്. തീർച്ചയായും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഓരോ മേഖലയെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആയാലും ഡിപ്ലോമ പ്രോഗ്രാംസ് ആയാലും ഏതൊക്കെയാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പ്രോഗ്രാമുകൾ നൽകുന്നത്, കരിയറിൽ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ മേഖലകളെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എപ്പിസോഡ് നിങ്ങൾ യൂട്യൂബ് വീഡിയോ ആയി കാണുന്നതെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അതല്ല, ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പോഡ്കാസ്റ്റിൽ കൂടിയാണ് കേൾക്കുന്നതെങ്കിൽ താങ്ക് യു ഫോർ ലിസണിങ്.